ഇന്റർനാഷണൽ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് സയൻസിൽ പാഷനേറ്റ് ആയിട്ടുള്ള അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് കിട്ടാവുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്റർനാഷണൽ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിന്നേഴ്സ് ആവുക എന്നുള്ളത്. അതിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ജൂനിയർ സയൻസിന് വേണ്ടി എക്സാം ബൈ ലേണിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. പല ആളുകളും ഒരുപക്ഷെ ഈ എക്സാമിനേഷനൊന്നും കേട്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. കാരണം വളരെ കോമൺ ആയിട്ട് എല്ലാ സ്റ്റുഡൻസും എഴുതുന്ന എക്സാമുകൾക്കും അപ്പുറത്തേക്ക് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വലിയ രീതിയിലുള്ള എക്സ്പോഷർ കൊടുക്കുന്ന പ്രോഗ്രാമുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റേതായുള്ള സ്ട്രക്ചറുകളുണ്ട്, അതിൻ്റേതായുള്ള സിലബസുകളും പാറ്റേണുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. സ്റ്റുഡൻസിന് വളരെയധികം യൂസ്ഫുൾ ആവുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനീഷ്യലി പറഞ്ഞതുപോലെ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെയുള്ള സയൻസ് സബ്ജക്റ്റുകളിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് അടുത്ത ലെവലുകളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് വലിയ രീതിയിൽ നാഷണൽ ലെവലിലുള്ള എക്സ്പോഷേഴ്സ് നമുക്ക് സ്റ്റുഡൻസിന് കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലും മറ്റുമൊക്കെ ആയിട്ട് ഓൾറെഡി IOQ എന്ന് പറയുന്ന ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിലോട്ടുള്ള അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിക്കൊണ്ടാണ് IOQ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്മൾ സയൻസിൽ പാഷനേറ്റ് ആയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് NSCJS എന്ന് പറയുന്ന ഈ ഒരു ഒളിമ്പ്യാഡിന്റെ ഫസ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് NSCJS എന്നിവിടെ പറയുന്നുണ്ട്. ദ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ജൂനിയർ science, NSCJS is India's first stage in selecting talented young students for the International Junior Science Olympiad. ഓക്കെ, അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്, ആദ്യ കടമ്പയാണ്. ഇത് കടന്നവർക്കാണ് അടുത്ത ലെവലുകളിലോട്ട് പോകാൻ പറ്റുക. കണ്ടക്ടഡ് ബൈ IAPT, Indian Association of Physics Teachers, this competitive exam assess students understanding of physics, chemistry, biology and basic aptitude in mathematics. മെയിൻലി സയൻസ് ആണ്, പക്ഷേ എന്നാലും മാത്തമാറ്റിക്സിലെ ബേസിക് ആപ്റ്റിറ്റ്യൂഡും കൂടി അതിൽ ടെസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. ഇനി എന്താണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ആർക്കൊക്കെയാണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ പറ്റുക? ഇതിന്റെ സിലബസ് സിലബസ് നോക്കുന്ന സമയത്ത് 8th, 9th, 10th ക്ലാസ്സുകളിലെ NCERT, അതാണ് ബേസിക് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ NCERT ബുക്സ് ആണ്. കൂടാതെ അതിന്റെ കൂടെ കുറച്ച് അഡീഷണൽ ടോപ്പിക്സ്, കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഫ്രം NCERT ഓഫ് ക്ലാസ് 11th and 12th വരുന്നുണ്ട്. ഓക്കെ, പ്ലസ് 1, പ്ലസ് 2 കുറച്ച് ടോപ്പിക്സും അതിന്റെ കൂടെ തന്നെ 8th, 9th, 10th ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ NCERT അറിയാന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും നമ്മൾ NCERTയുടെ കണ്ടന്റും കൂടി പഠിപ്പിക്കാറുണ്ട്. കാരണം നാഷണൽ ലെവലിൽ നടക്കുന്ന ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമും ഏതൊരു എൻട്രൻസ് എക്സാമിനേഷനും ബേസ് ചെയ്തിട്ടുള്ളത് NCERT സിലബസിലാണ്. ഇപ്പോൾ സ്റ്റേറ്റ് കണ്ടക്ട് ചെയ്യുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള സിലബസ് ആണ്. ഇപ്പോൾ തമിഴ്നാടിനും സിലബസ് ഉണ്ടായിരിക്കും, കർണാടകയ്ക്ക് ഉണ്ടായിരിക്കും, എല്ലാവർക്കും സ്റ്റേറ്റിന് ഇൻഡിവിജ്വൽ സിലബസ് ഉണ്ടായിരിക്കും. പക്ഷേ നാഷണൽ ലെവലിൽ ഒരു എക്സാം നടത്തുകയാണെങ്കിൽ അവിടെ കോമൺ ആയിട്ടുള്ള സിലബസ് വേണം, അതാണ് NCERT സിലബസ്. അപ്പോൾ അതോടുകൂടിയാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ NCERT സിലബസിന്റെ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് അഡ്വാൻസ്ഡ് ആക്കാനുള്ള കാരണം. അപ്പോൾ അത് പഠിച്ച സ്റ്റുഡൻസിന് ഓട്ടോമാറ്റിക്കലി അവർ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, ഏത് സിലബസുകാരാണെങ്കിലും ഫൗണ്ടേഷൻ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഓൾറെഡി കവേർഡ് ആണ് എന്നുള്ളതാണ് വലിയൊരു അഡ്വാൻറ്റേജ്. സോ അവർക്ക് ഒന്നും കൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്താൽ മാത്രം മതി. തിയറി പാർട്ട് ഓൾറെഡി ഫൗണ്ടേഷൻ കോഴ്സിൽ കവർ ചെയ്താണ്. തിയറിയുടെ കൂടെ തന്നെ ഓരോന്നുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ അതിൽ നെക്സ്റ്റ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഫൗണ്ടേഷൻ കോഴ്സിലുള്ള സ്റ്റുഡൻസിന് ഒരു എഫേർട്ട് വരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നോർമലി ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു അഡ്വാൻറ്റേജ് എന്നുള്ളത്. ഇനി ഫൗണ്ടേഷൻ കോഴ്സ് ഇല്ലാത്ത സ്റ്റുഡൻസിനും ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ഇതുപോലത്തെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാവും. ഓക്കെ, ഇനി അതിന്റെ എലിജിബിലിറ്റി വരുന്നത്, സിലബസ് ഞാൻ പറഞ്ഞു, എലിജിബിലിറ്റി വരുന്നത് എനി സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് 10, 9 or 8. ഓക്കെ, ഈ ക്ലാസ്സിൽ ഹൈസ്കൂൾ ക്ലാസ്സിൽ വരുന്നവർക്ക് എഴുതാം ഓൺ 30/11/2025. ഈ ഒരു ഡേറ്റിനുള്ളിൽ ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ആളുകൾക്കാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. ബോൺ ബിറ്റ്വീൻ 1/1/2011 to 31/12/2012. ഓക്കെ, ഈ ബോത്ത് ഡേയ്സ് ഇൻക്ലൂസീവ് ആണ്. ഇതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് ജനിച്ച ആളുകൾ കൂടി ആയിരിക്കണം ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവര് എന്നുള്ളത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട്. ഇനി എക്സാം പാറ്റേൺ എന്താണ്? MCQ ടൈപ്പ് ആണ്. ഒരു പക്ഷേ സ്കൂളിൽ മാത്രം പഠിക്കുന്ന ആളുകൾക്ക് MCQ ടൈപ്പ് എക്സാം പ്രാക്ടീസ് ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിലുള്ള ഈച്ച് ആൻഡ് എവറി ചാപ്റ്റേഴ്സിന്റെ എക്സാം നമ്മൾ MCQ ടൈപ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ടേം എക്സാമുകൾ MCQ ടൈപ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ വേറെയും ഒരുപാട് കോമ്പറ്റീവ് എക്സാമുകൾ നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാം MCQ ടൈപ്പ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ എഴുതുന്ന NMM, CUSS പോലെയുള്ള ഒരുപാട് എക്സാമുകൾ ഇതെല്ലാം MCQ ടൈപ്പ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ MCQs ആൻസർ ചെയ്ത് മാസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു ലോട്ട് ഓഫ് എക്സാം, ഒരുപാട് എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് MCQ ടൈപ്പ്
ടൈപ്പ് എക്സാം ആണ്. 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അത് പാർട്ട് 1 48 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 144 മാർക്സ് ആണ് ടോട്ടൽ. പാർട്ട് 2 ബാക്കി 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 72 മാർക്സ് ആണ്. അങ്ങനെ ടോട്ടൽ മാർക്സ് 216 ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, ഈ ഒരു NSCJS 2025 ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, എക്സാമിനേഷൻ നടക്കുന്നത് 23 നവംബർ 2025 ഓക്കെ, നവംബറിലാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. ടൈം ഓഫ് എക്സാമിനേഷൻ 2:30 PM to 4:30 PM ആണ്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ആരൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും തുടങ്ങിയ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതെല്ലാം പറയുന്ന ഡീറ്റെയിൽഡ് വീഡിയോസ് അപ്കമിംഗ് ആണ്. ഓക്കെ, ഇതിൽ രണ്ട് രീതിയിലുള്ള രജിസ്ട്രേഷൻസ് വരുന്നുണ്ട്. ഒന്ന് സെൻട്രൽ രജിസ്ട്രേഷൻ, നിങ്ങളുടെ സ്കൂളിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ സെൻട്രൽ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. IOQമിന് ഇതുപോലെ തന്നെ സെൻട്രൽ രജിസ്ട്രേഷനും സ്റ്റുഡന്റ് രജിസ്ട്രേഷനും ഉണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ NSCJSനും സെൻട്രൽ രജിസ്ട്രേഷൻ ഉണ്ട്, അതിന് അടുത്ത ദിവസങ്ങൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ സ്റ്റുഡന്റിന് വേണ്ടിയിട്ട്, സ്റ്റുഡൻസിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്യാം. അതിന്റെ ഡേറ്റുകൾ വരാനുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. ഓക്കെ, അപ്പോൾ അതിനെല്ലാവരും എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ എക്സാം വൈൽ ലേണിംഗ് കണ്ടക്ട് ചെയ്യുന്ന ഫ്രീ കോഴ്സുകൾ August 1 ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി അങ്ങോട്ട് ഡിഫറെന്റ് ടോപ്പിക്സിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ തിയറി നിങ്ങൾ പല സ്ഥലങ്ങളിലും പഠിച്ചിട്ടുണ്ടാവും, ത്രൂ ക്വസ്റ്റ്യൻസ് NSCJSന് വരാൻ ചാൻസ് ഉള്ള, കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള അതുപോലെയുള്ള മോഡലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ തരിക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിക്കൊണ്ടുള്ള നമ്മുടെ ഇതിന്റെ സിലബസ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് പ്ലാൻ നിങ്ങളുടെ മുന്നോട്ട് വരുന്നതാണ്. ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരാൻ പോകുന്നത്, അതിനെതിരെയൊക്കെ വീഡിയോസ് വരും, തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരും. കൂടാതെ നമ്മളൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. NSCJS എഴുതുന്ന കേരളത്തിലുള്ള മുഴുവൻ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. ഇനിയുള്ള അപ്കമിംഗ് വീഡിയോസിലൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ ഓരോ ക്ലാസ്സുകളും മറ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും റിമൈൻഡേഴ്സും കാര്യങ്ങളും ഗ്രൂപ്പുകളിൽ കിട്ടും. കൂടാതെ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ നടത്തുന്ന എക്സാമിനേഷൻസും അതുപോലെ തന്നെ ഇതിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസിന്റെ ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴി നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അഡീഷണൽ റിസോഴ്സസും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എക്സാം വൈൽ ലേണിംഗിന്റെ NSCJS എക്സ്ക്ലൂസീവ് കോച്ചിങ് August 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സയൻസിൽ പാഷനേറ്റ് ആയ ആളുകൾക്കുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ഇത് 8th ഉള്ളവരാണെങ്കിലും 9th ഉള്ളവരാണെങ്കിലും 10th ഉള്ളവരാണെങ്കിലും ഇതിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ 8th ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ കിട്ടണമെന്നില്ല, പക്ഷെ നമുക്ക് 9th വീണ്ടും ട്രൈ ചെയ്യാം, 10th വീണ്ടും ട്രൈ ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് വേണ്ടി എഫേർട്ട് എടുക്കുമ്പോഴാണ് ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി വരിക. IOQ എന്ന് പറയുന്ന എക്സാം 8th മുതൽ 12th വരെയുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കും, അങ്ങനെയാണെങ്കിൽ 12th കാർക്കല്ലേ കിട്ടുള്ളൂ, +1 കാർക്കല്ലേ കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ 8th മുതലേ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവസാനം മുന്നോട്ട് പോകുമ്പോൾ അവന് കിട്ടാനുള്ള ചാൻസ് കൂടി വരികയാണ്. നേരെ മറിച്ച് അവസാനത്തെ ക്ലാസ്സിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പോസിബിൾ ആവില്ല. അപ്പോൾ NSCJS അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഏത് ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പ്രിപ്പയർ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 മാർക്കുകളെങ്കിൽ ചെറിയ മാർക്കിനൊക്കെ ചിലപ്പോൾ മിസ്സായി പോയേക്കാം, ചിലപ്പോൾ കിട്ടിയേക്കാം. അത് എന്തോ ആയിക്കോട്ടെ, റിസൾട്ട് എന്തോ വന്നോട്ടെ, നമ്മുടെ 100% ഇൻപുട്ട് നമ്മൾ കൊടുക്കുക. ഈ വർഷം ചലഞ്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത വർഷം വീണ്ടും നമുക്ക് ചലഞ്ച് ചെയ്യാം. സോ ഈ കാര്യങ്ങൾ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി സ്കൂളിൽ നടക്കുന്ന ഒരു എക്സാമിനേഷൻ എഴുതി പോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, ഹൈലി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന, ഒരുപാട് എക്സ്പോഷറുകളും ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്ന ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നമ്മൾ നമ്മുടെ ടാലന്റ് കാണിക്കണം. ഇതിലാണ് ശരിക്കും റിയൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത്തരം ഒളിമ്പ്യാഡുകൾ ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് ഫ്യൂച്ചറിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളൊരു ഒളിമ്പ്യാഡ് ക്വാളിഫയർ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റെക്കഗ്നീഷൻ ഭയങ്കര ലെവലിൽ മാറിപ്പോകും. അപ്പോൾ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. സോ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു August 1 മുതൽ ഇതിന്റെ ഒരു കോച്ചിങ്, എക്സ്ക്ലൂസീവ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് വേണ്ടി ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഒരു ഫ്രീ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ സ്റ്റുഡന്റ് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം, സെൻട്രൽ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം, ഓരോ ടോപ്പിക്സിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ഈ ഓരോ ഡിഫറെന്റ് ടോപ്പിക്സ് വെച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഇനി അങ്ങോട്ട് വരുന്നതാണ്, ജനറൽ വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും ഈ ഒരു ക്യാമ്പയിനിലോട്ട്, നമ്മുടെ NSCJSന്റെ ക്യാമ്പയിനിലോട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.